എല്ലാ മാന്യ പ്രേക്ഷകർക്കും മരിയ വിഷനിലേക്ക് സ്വാഗതം. മരിയ വാർത്തകൾ. സത്യാഗ്രഹം അനുഷ്ഠിക്കുന്ന വൈദികരെ അകാരണമായി മർദ്ദിച്ച പോലീസുകാരെ പ്രോസിക്യൂട്ട് ചെയ്യുക, ക്രിമിനൽ കൂരിയായെ പുറത്താക്കുക. കൊച്ചി. സമാധാനപരമായി സത്യാഗ്രഹ പ്രാർത്ഥന നടത്തിയിരുന്ന വൈദികരെ മർദ്ദിച്ച പോലീസുകാരെയും അതിന് നേതൃത്വം കൊടുത്ത ACP ജയകുമാറിനെയും പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് അൽമായ മുന്നേറ്റം ആവശ്യപ്പെട്ടു. പോലീസ് വൈദികരെ വലിച്ചിഴയ്ക്കുകയും മർദ്ദിക്കുകയും തിരുവസ്ത്രം വലിച്ചു കീറുകയും ചെയ്തു. ഇതെല്ലാം ക്രിമിനൽ കൂരിയയുടെ നിർദ്ദേശമനുസരിച്ചായിരുന്നു. എറണാകുളം അതിരൂപത ബിഷപ്പ് ഹൗസിൽ സത്യാഗ്രഹം അനുഷ്ഠിച്ചിരുന്ന വൈദികരെ അകാരണമായി മർദ്ദിക്കുകയും വലിച്ചിഴച്ച് ബിഷപ്പ് ഹൗസിൽ നിന്ന് ബസലിക്ക അങ്കണത്തിൽ കൊണ്ട് വന്ന് തല്ലുകയും ചെയ്ത വാർത്ത അറിഞ്ഞതിനെ തുടർന്ന് രാവിലെ മുതൽ വിശ്വാസികൾ ബസലിക്കയുടെ മുന്നിലേക്ക് ഒഴുകുകയായിരുന്നു. സത്യാഗ്രഹം നടത്തി വന്ന 21 വൈദികരിൽ ഫാദർ രാജൻ പുന്നക്കൽ, ഫാദർ സെബാസ്റ്റ്യൻ തളിയൻ ഉൾപ്പെടെ 10-ലധികം പേർക്ക് ഗുരുതരമായ പരിക്കുണ്ട്. നൂറുകണക്കിന് വൈദികരും ആയിരക്കണക്കിന് വിശ്വാസികളും പ്രതിഷേധവുമായി ഒഴുകിയെത്തി. കളക്ടർ നിർദ്ദേശിച്ചതനുസരിച്ച് രാവിലെ തഹസിൽദാർ ചർച്ചയ്ക്ക് ശ്രമിച്ചുവെങ്കിലും വിശ്വാസികളുടെ പ്രതിഷേധം കാരണം നടന്നില്ല. പ്രതിഷേധത്തിനിടയിൽ വൈദികരും വിശ്വാസികളും നടത്തിയ പ്രകടനം ബിഷപ്പ് ഹൗസിന് മുൻപിൽ അക്രമാസക്തമാകുകയും ബിഷപ്പ് ഹൗസിൻ്റെ ഗേറ്റ് തകർക്കുകയും ചെയ്തു. വിശ്വാസികൾ കൂടുതലായി എത്തിത്തുടങ്ങിയതോടെ സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥലത്തെത്തി. കളക്ടറുടെ നിർദ്ദേശമനുസരിച്ച് ADM കൂടിയെത്തി വൈദിക അൽമായ പ്രതിനിധികളുമായി ചർച്ച നടത്തിയെങ്കിലും വിജയം കണ്ടെത്തിയില്ല. തുടർന്ന് വൈദികരെ അറസ്റ്റ് ചെയ്ത് നീക്കാമെന്ന് തീരുമാനമെടുത്തുവെങ്കിലും മുഴുവൻ വൈദികരും അറസ്റ്റ് വരിക്കാൻ തീരുമാനിച്ചു. ബിഷപ്പ് ഹൗസിന് മുന്നിലെ പ്രതിഷേധവും സംഘർഷവും തുടരുകയാണ്. രാത്രി വൈകിയും അവിടെ വൈദികരും വിശ്വാസികളും തമ്പടിച്ചിരിക്കുകയാണ്. ഇന്നത്തെ പ്രതിഷേധത്തിനും സമരത്തിനും എറണാകുളം അതിരൂപതയിലെ മുഴുവൻ വൈദികരും പല ഘട്ടങ്ങളിലായി പങ്കുചേർന്നു. ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ, ഫാദർ ജോയ് ഐനിയാടൻ, ഫാദർ ജോയ്സ് കൈതക്കോട്ടിൽ, ഫാദർ അഗസ്റ്റിൻ വട്ടോളി, വിവിധ ഫൊറോന വികാരിമാർ, അൽമായ മുന്നേറ്റം പ്രസിഡന്റ് ഷൈജു ആന്റണി, സെക്രട്ടറി PP ജറാദ്, ബോബി ജോൺ, റിജു കാഞ്ഞുകാരൻ, പ്രകാശ് P ജോൺ, തങ്കച്ചൻ പേരയിൽ, അഡ്വക്കേറ്റ് ബിനു ജോൺ, ജെമി അഗസ്റ്റിൻ, ഷിജോ മാത്യു, വർഗീസ് കൈതാരത്ത്, നിമ്മി ആന്റണി, MK ജോൺ, വിവിധ ഫൊറോന കൺവീനർമാർ, കോർ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. അൽമായ മുന്നേറ്റത്തിനു വേണ്ടി റിജു കാഞ്ഞുകാരൻ വാക്താവ്. പോലീസിന്റെ ഈ അതിക്രമത്തിന് നേരെ ബസിലിക്കയിൽ നിരാഹാരം ആരംഭിച്ചിരിക്കുന്നു. എന്റെ ദൈവം ഇത്ര സീനിയർ പ്രീസ്റ്റായി തലകിനച്ഛനാണ് എടുത്തേക്കുന്നത്. എന്നെ അവര് മുറിയിൽ നിന്ന് വലിച്ചഴച്ച് ഇവിടെ വരെ എത്തിച്ചു. പോലീസ് അനീഷ് ജോയ് എന്ന CIയും കൂട്ടരുമൊക്കെയാണ് ഇത് ചെയ്തത്. അവരവിടെ നിന്ന് വലിച്ചഴിച്ച് പോലീസ് അതിക്രമമാണ് കാണിച്ചത്. ഞാൻ അവരോട് പറഞ്ഞു, ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്, 78 വയസ്സായി, എഴുന്നേക്കാൻ പറ്റില്ല. അവരെന്നെ പിടിച്ച് വലിച്ച് ഇഴച്ചാണ് കൊണ്ടുവന്നത്. ഇവിടെ വരേക്കും പോലീസുകാർ പിടിച്ച് വലിച്ച് ഇവിടെ വരെ എത്തിച്ചു. പോലീസ് അതിക്രമം എന്നെ ശാരീരികമായിട്ട് അവരൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ പോലും എന്നെ പിടിച്ച് വലിച്ചാണ് കൊണ്ടുവന്നത്. 2 കൈകളും 2 കാലുകളും പിടിച്ച് 2 കൈമേം കാലുമേം പിടിച്ച് വലിച്ചഴിച്ച് അവരോട് അവരെ കൊണ്ടുവന്നു. ഈ കാഴ്ച നമ്മൾ മറക്കരുത് കേട്ടോ. എപ്പോഴാണെന്നറിയോ, ഇനിയൊരു
പ്രശ്നമുണ്ട്. ഇവിടെ കൗൺസിലേഴ്സ് ഉണ്ട്, ഒരാളും വന്നിട്ടില്ല. ഇവിടെ രാഷ്ട്രീയമല്ല നമ്മൾ പറയുന്നത്. ഇത് നമ്മൾ മറന്നു പോകരുത്. ഈ കാഴ്ച എന്ന തെളിമയോടെ നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മുടെ മക്കളും നമ്മുടെ ചേട്ടന്മാരും നമ്മുടെ അമ്മമാരും ഒക്കെ ഇരിക്കുന്നത്. ഇത് ആരും മറന്നു പോകരുത്. ഇവിടുന്ന് പോകുമ്പോൾ ഈശോടെ പൂവാനം കൊണ്ടുപോയ കണക്ക് നമ്മുടെ ചങ്കിലുണ്ടാവണം ഈ കാഴ്ച. നമ്മൾ ഒരു വോട്ട് പോലും ഒരുത്തനെങ്കിലും ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ട്. ഒരുത്തനെങ്കിലും ഇതുവരെ നോക്കിയിട്ടില്ല. നമ്മൾ റിക്വസ്റ്റ് ചെയ്യും. നമ്മൾ ക്രിസ്ത്യാനികളാണ്, ഒരു വോട്ട് പോലും പുറത്ത് കളയരുതെന്ന്. ഇതുവരെയെങ്കിലും ഒരു വോട്ട് പോലും നമ്മൾ പാഴാക്കി കളഞ്ഞിട്ടില്ല. ഇനി ഒരു വോട്ട് കൊടുത്തില്ലെങ്കിൽ ശരി, അത് ആസാദാക്കി കളയുള്ളൂ. ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കും. ഒരാളും ഇന്നും പ്രതികരിക്കാനായിട്ട് വന്നിട്ടില്ല ഇവിടെ. എന്തുകൊണ്ട് പ്രതികരിക്കാൻ വരാത്തത്? ഈ അച്ഛന്മാർ ഇതുപോലൊക്കെ ഈശോയുടെ ശരീരരക്തം ദിവസം എടുക്കുന്ന അസുചിത്ത കരങ്ങളാണിത്. ഈ കരങ്ങളെയാണ് ഇവർ ഈ തരത്തിൽ കാണിച്ചു വെച്ചേക്കുന്നത്. ശരിയാണത് ഒരിക്കലും ശരിയല്ല. അവര് അതുകൊണ്ട് ഇനി ഓരോട്ട് പോലും ഓരോരുത്തരും കൊടുക്കുന്ന പ്രശ്നമില്ല. ഇന്ന് ഞങ്ങളുടെ അച്ഛന്മാരെ സഹിക്കുന്നത് ഈശോയുടെ കുരിശിന്റെ വഴി പോലെ ഓരോ സ്ഥലങ്ങളിലും വലിച്ചിടച്ചു കൊണ്ടുവന്ന് അവസാനം ഞങ്ങളെ കൊണ്ടുവന്ന് ഇട്ട സ്ഥലമാണിത്. ഞങ്ങളെ ഓരോരുത്തരെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് രാത്രിക്ക് രാത്രി വെളുപ്പിന് ഇവിടെ കൊണ്ടുവന്നിട്ടത്. അങ്ങനെയാണെങ്കിൽ ആ അറസ്റ്റ് സത്യമാണെങ്കിൽ ഇവിടെ നിന്ന് ഞങ്ങളെ കൊണ്ടുപോയി ജയിലിലെത്തുന്നത് വരെ ആ സമരം നീണ്ടു നിൽക്കും. അതല്ലാതെ ഞങ്ങൾ ഇതിൽ നിന്ന് പിൻവാങ്ങുന്ന ലക്ഷ്യമില്ല. സത്യമാണെങ്കിൽ ഇവിടെ വന്ന് ആ തന്റേടത്തോടെ ഞങ്ങൾ 21 പേരെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് വണ്ടിയിലാക്കി ജയിലിൽ കൊണ്ടുപോയി അറസ്റ്റ് രേഖപ്പെടുത്തണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതല്ലാതെ മടക്കയില്ല. എറണാകുളം രൂപതയിൽ നമ്മുടെ അച്ഛന്മാരെ പീഡിപ്പിക്കുന്ന ഈ അവസ്ഥ കണ്ടിട്ട് നമുക്ക് വിശ്വാസികൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? നമ്മുടെ അച്ഛന്മാരെ വലിച്ചഴിച്ച് പോലീസ് പുറത്താക്കിയിരിക്കുകയാണ്. അവരെ ചവിട്ടി അവരെ കയ്യിൽ തൂക്കിപ്പിടിച്ച് പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്ക് എങ്ങനെ നിഷ്ക്രിയരായിരിക്കാൻ പറ്റും? നമുക്കൊരു കാര്യം ചെയ്യാം. എറണാകുളം രൂപതയിലെ ഒരു പള്ളിയിലും ഒരു കുർബാനയും ഒരനുഷ്ഠാനവും വേണ്ട. വൈദികർ നിഷ്ക്രിയരായിട്ട് അവിടെ ഇരിക്കട്ടെ. ജനങ്ങൾ അവരോടൊപ്പം ഉണ്ട്. നമ്മൾ ഒരിക്കലും ഇങ്ങോട്ട് ജനങ്ങൾ ആവുന്നിടത്തോളം അരമനയിലേക്ക് വരിക. അരമനയിലേക്ക് വരുന്ന റോഡിന്റെ 2 വശത്തും പോലീസുകാർ നിറഞ്ഞു നിൽക്കുകയാണ്. റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അകത്തുള്ളവരെ എല്ലാം പുറത്താക്കി. ഇവിടെ പുറത്തിരുന്നവരെ പോലീസ് നിഷ്ക്രിയരായി ഇരുത്തി അവരുടെ മൊബൈൽ വാങ്ങിച്ചു വെച്ചു. അവരെ കൊണ്ട് ഒരു മെസ്സേജ് അയപ്പിക്കാൻ സമ്മതിച്ചില്ല. ഈ സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, വിശ്വാസികൾ ചെയ്യേണ്ടത്, നമുക്ക് വേണ്ടി ജീവിതം അർപ്പിച്ചിരിക്കുന്ന വൈദികരോടൊപ്പം നമ്മൾ നിൽക്കണം. നമുക്ക് മാമോദീസയും കല്യാണവും കുമ്പസാരവും ശവടക്കം നടത്തിയാൽ പോരാ. അച്ഛന്മാരെ അതിനു വേണ്ടിയിട്ടല്ല, നമ്മളെയും നമ്മുടെ കുഞ്ഞുമക്കളെയും വളർത്താൻ വേണ്ടിയിട്ടാണ് അച്ഛന്മാരെ ഇവിടെ നിയോഗിച്ചിരിക്കുന്നത്. അവർ നമുക്ക് വേണ്ടി ജീവിതം അർപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് വേണ്ടി നമ്മളും വിശ്വാസികളെ അവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം അർപ്പിക്കണം. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കുക. എല്ലാ വികാരി അച്ഛന്മാരും സഹകരിക്കുക. എല്ലാ ഇടഭാഗങ്ങളും സഹകരിക്കുക. എറണാകുളം രൂപതയിലെ ഒരു പള്ളികളിലും നമുക്ക് യാതൊരു പരിപാടികളും ചെയ്യരുത്. നാളെ ഞായറാഴ്ചയാണ്, സാബത്താണ്. ഇവരല്ലേ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ഞായറാഴ്ച കുർബാന കാണണം, അല്ലെ പാപമാണെന്ന്. ആരെ ഭരിക്കുന്നത് ഇവിടെ? ആലഞ്ചേരിയാണ് ഭരിക്കുന്നത്.
തിരുവചനത്തിലെ രാജശിയോടുകൂടി എന്തു പറയണം എന്നെ പറയണം ഇഷ്ടമാണ് നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ എല്ലാ വൈദ്യുതിക്കും എല്ലാ ആളുകൾക്കും ലഭിക്കുകയും പരിശുദ്ധ വിളിച്ചും വിശ്വസിക്കുകയും